വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ഇന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡോ വീറ്റിൻ്റെ ബ്രെഡോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ആ മൊഴിഞ്ഞിരിക്കുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഒരു 8 സ്ലൈസ് ബ്രെഡാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ബ്രെഡ് ഇതിലേക്ക് യൂസ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയർ ഷേപ്പിൽ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ബ്രെഡ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ചു മറിച്ചു ഇട്ട് ബ്രെഡെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവേ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 അല്ലെങ്കിൽ 3 കപ്പ് പാല് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്ക് ഫുൾ ഫാറ്റ് പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ചേർക്കാതെ. പിന്നെ ഇതിലേക്ക് പാലൊന്ന് തിളച്ച് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിവിടെ കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി, അപ്പോഴത്തേക്കും ഇത് റെഡിയാവുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ലെയർ നമ്മൾ റെഡിയാക്കി എടുത്ത പോലെ തന്നെ രണ്ടാമതൊരു ലെയറും കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് എടുക്കാം. മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ഷാഹി ടുക്കഡ എന്നാണ് പേര്. എല്ലാവരും തന്നെ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.